Hey guys, welcome all. So today നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇയറിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് ഇയർ, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്. നിങ്ങൾ വിൻഡോസ് ഓഫ് നോളജ് ചാപ്റ്റർ പഠിച്ചതല്ലേ, അതിൽ നിങ്ങൾ ഐനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇയറിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. സോ ഇയറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷോർട്ട് വീഡിയോ മിസ് റെഡിയാക്കി വന്നിട്ടുണ്ട്. സോ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നോക്കാം. ഓക്കെ, സോ ഇയർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇയറിന് രണ്ട് ഫംഗ്ഷനാണ് ഉള്ളത്. ഏതാ ഇയറിന് രണ്ട് ഫംഗ്ഷൻസ്? മേജർലി ഇയർ ഹിയർ ചെയ്യാനും പിന്നെ അതേപോലെ ബാലൻസ് ചെയ്യാനുമാണ് ഉള്ളത് അല്ലേ. സോ നമുക്ക് ഇത് രണ്ടും എങ്ങനെയാണ് ഇയറിൽ കോർഡിനേറ്റ് ചെയ്ത് അതെങ്ങനെയാണ് ആ ഫംഗ്ഷൻ കാണിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഇയറിൻ്റെ സ്ട്രക്ചറിലേക്കാണ്. സോ ഇയറിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഔട്ടർ ഇയർ കാണാം, അത് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, മിഡിൽ ഇയർ ഉണ്ട്, പിന്നെ ഒരു ഇന്നർ ഇയർ ഉണ്ട്. 3 പാർട്സ് ആയിട്ടാണ് ഇയറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ കാണുന്ന ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ മേജർലി 3 ഏരിയാസിലാണ് കാണുന്നത്. സോ ഔട്ടർ ഇയറിൽ കാണാം, ഇന്നർ ഇയറിൽ കാണാം, മിഡിൽ ഇയറിൽ കാണാം. മിഡിൽ ഇയർ, ഇന്നർ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ഇൻ ടു നമുക്ക് ഇയറിൻ്റെ ഉള്ളിൽ ഏതെല്ലാം സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ഇയറിൽ കാണാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആളാണ് നമ്മുടെ സ്വന്തം പിന്ന. ഫസ്റ്റ് ആളാണ് പിന്ന എന്ന് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ പിന്നയായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. സോ ഫസ്റ്റ് ഇയറിൻ്റെ ഔട്ടർ ആയിട്ട് എക്സ്റ്റേണൽ ഇയറിൽ കാണുന്ന ഫസ്റ്റ് ആൾ എന്ന് പറയുന്നത് പിന്ന ആണ്. സോ ഫസ്റ്റ് വൺ ഇസ് പിന്ന. ദെൻ സെക്കൻഡ് വൺ നിങ്ങൾ കാണുന്നതാണ് ഇയർ കനാൽ. ഇയർ കനാലിൽ കൂടിയാണ് നമ്മുടെ സൗണ്ട് പോവുക. സോ സെക്കൻഡ് വൺ ഇവിടെ കാണുന്ന ആളെയാണ് നമ്മൾ ഇയർ കനാൽ എന്ന് പറയുക. സോ പിന്നെ കഴിഞ്ഞു, ഇയർ കനാൽ കഴിഞ്ഞു. ഇയർ കനാൽ കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നതാണ് ഇയർ ഡ്രം. അതിലാണ് സൗണ്ട് വന്നിട്ട് വൈബ്രേറ്റ് ചെയ്യുക. സോ ദിസ് പോർഷൻ ഇസ് ഇയർ ഡ്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ടിംപാനം എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് കാണുന്നത് ആരാണ്? നമ്മുടെ ഇയർ ഓസിക്കിൾസ്. 3 ഇയർ ഓസിക്കിൾസ് ആണ് നമുക്കുള്ളത്. സോ അവരാണ് മാലസ്, ഇൻകസ്, സ്റ്റേപ്സ്. കേട്ടിട്ടുണ്ടാവും, അവരാണ് കേട്ടോ. സോ മാലസ് ഉണ്ട്, ഇൻകസ് ഉണ്ട്, സ്റ്റേപ്സ് ഉണ്ട്. ഇങ്ങനത്തെ 3 പേരാണ് ഇയർ ഓസിക്കിൾസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ സൗണ്ട് വേവ്സ് മാലസിലും ഇൻകസിലും സ്റ്റേപ്സിലും എത്തും. ഈ 3 ഇയർ ഓസിക്കിൾസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അത് മിഡിൽ ഇയറിലാണ് കാണുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് കാണുന്നത് നമ്മുടെ ഈ ഒരു സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ കോക്ലിയയും കാണാൻ പറ്റും, സെമി സർക്കുലർ കനാൽസും കാണാൻ പറ്റും. സോ സെമി സർക്കുലർ കനാൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, 3 റിംഗ് ആയിട്ട് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ സെമി സർക്കുലർ കനാൽസ് എന്ന് വിളിക്കുന്നത്. 1, 2, 3. സോ ഇവർ 3 പേരുമാണ് സെമി സർക്കുലർ കനാൽ. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ സ്നെയിലിനെ പോലെ കാണുന്ന ഈ സ്ട്രക്ചർ ഇല്ലേ, ഇവനാണ് നമ്മുടെ കോക്ലിയ എന്ന് പറയുന്നത്. സോ കോക്ലിയ ഹെൽപ്സ് ഇൻ ഹിയറിംഗ്. സോ ഈ പാർട്ടാണ് നിങ്ങളെ ഹിയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പാർട്ടിലെ ഈ സെമി സർക്കുലർ കനാൽ ഇവരാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ബാലൻസ്, ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാർട്ട്. സോ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്, ഇയർ 2 ഫംഗ്ഷൻ ചെയ്യും. ഹിയറിങ്ങും ചെയ്യും, ബാലൻസും ചെയ്യും. ബാലൻസ് ചെയ്യുന്നത് സെമി സർക്കുലർ കനാൽ വെച്ചിട്ടാണ്, ഹിയർ ചെയ്യുന്നത് കോക്ലിയ വെച്ചിട്ടാണ്. ഈ കോക്ലിയൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, എൻഡോ ലിംഫും പെരി ലിംഫും. ഈ എൻഡോ ലിംഫും പെരി ലിംഫും വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഹിയർ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ സെമി സർക്കുലർ കനാലിലും എൻഡോ ലിംഫ് ഉണ്ട്. ആ എൻഡോ ലിംഫിൻ്റെ വൈബ്രേഷൻ കൊണ്ട് നിങ്ങൾക്ക് അവിടെയും ഹിയർ ചെയ്യാൻ പറ്റും, അവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. സോ ഇത് രണ്ടും കൂടി കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഓഡിറ്ററി നെർവ് കാണാൻ പറ്റും. ഈ ഓഡിറ്ററി നെർവ് ആണ് നിങ്ങളുടെ ഇമ്പൾസസ് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് ഇയർ എന്ന് നിങ്ങൾ നോക്കേണ്ടത്. സോ ഇയറിൻ്റെ സ്ട്രക്ചർ മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുന്നു. സോ ഇത്രയും പാർട്സ് ആണ് നിങ്ങളോട് ഇയറിനോട് ലേബൽ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട പാർട്സ്. ഓക്കെ അല്ലേ. സെമി സർക്കുലർ കനാൽസിനെ നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ അതേപോലെ കോക്ലിയ ഹെൽപ്സ് ഇൻ ഹിയറിംഗ് ആൻഡ് സെമി സർക്കുലർ ഹെൽപ്സ് ഇൻ ബാലൻസിങ്. ഓക്കെ അല്ലേ. ഇനി നിങ്ങൾ ഇയർ ഓസിക്കിൾസിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണുക. സോ ഇത് 3 ആണ് നിങ്ങളുടെ ഇയർ ഓസിക്കിൾസ്. മാലസ് ഉണ്ട്, ഇൻകസ് ഉണ്ട്, സ്റ്റേപ്സ് ഉണ്ട്. സോ ഇതിലൂടെയാണ് വൈബ്രേഷൻസ് പാസ് ചെയ്യുക. ഓക്കെ, ഈ സ്റ്റേപ്സ് എന്ന് പറയുന്നതാണ് സ്മോളസ്റ്റ് ആയിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും സ്മോളസ്റ്റ് ബോൺ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരാളാണ് സ്റ്റേപ്സ്. സോ അവർ കാണുന്ന എവിടെയാണ്? നിങ്ങളുടെ മിഡിൽ ഇയറിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നമ്മളുടെ ഈ ഒരു ഇന്നർ ഇയറിലെ ഭാഗമാണ്. ഇന്നർ ഇയർ ഭാഗത്തിൽ ആരുണ്ട്? മിസ് പറഞ്ഞിരുന്നു സെമി സർക്കുലർ കനാലും ഉണ്ട്, കോക്ലിയ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. സെമി സർക്കുലർ കനാൽ എന്ത് ചെയ്യും? സെമി സർക്കുലർ കനാലിൻ്റെ ഉള്ളിൽ ആരുണ്ട് ഗൈസ്? ഇവിടെയാണ് നമ്മളുടെ എൻഡോ ലിംഫ് കാണുന്നത്, എൻഡോ ലിംഫ്. ഓക്കെ, ഈ എൻഡോ ലിംഫ് നിങ്ങൾക്ക് ഇവിടെയാണ് കാണാം. ഇതിനകത്ത് നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റും? എൻഡോ ലിംഫിനെയും പെരി ലിംഫിനെയും കാണാൻ പറ്റും. 2 പേരെ കാണാൻ പറ്റും, പെരി ലിംഫും പിന്നെ അതേപോലെ തന്നെ എൻഡോ ലിംഫും കാണാം. സോ ഇവർ 2 പേരുടെയും പ്രസൻസിലാണ് നിങ്ങൾക്ക് ആരെ കേൾക്കാൻ പറ്റുന്നത്, ഹിയറിംഗ് കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ, പെരി ലിംഫുണ്ട്, എൻഡോ ലിംഫുണ്ട്, വിച്ച് ഈസ് സീൻ ഇൻ ദ കോക്ലിയ. അപ്പോൾ കോക്ലിയയിൽ നിങ്ങളുടെ വൈബ്രേഷൻസ് വരുന്ന സമയത്ത് ഓർഗൻ ഓഫ് കോട്ടായി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ പെരി ലിംഫും എൻഡോ ലിംഫും വൈബ്രേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളുടെ ഓർഗൻ ഓഫ് കോട്ടായിൽ എന്ത് ചെയ്യും, ഒരു വൈബ്രേഷൻ വരും. ആ വൈബ്രേഷനാണ് ഇൻറ്റേൺ ഹിയറിംഗ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് നേരെ ഓഡിറ്ററി നെർവ് ആയിട്ടല്ലേ കണക്റ്റഡ് ആയിട്ടുള്ളത്. സോ ഇവരെന്ത് ചെയ്യും, ഈ ഒരു വൈബ്രേഷൻസ് ഓഡിറ്ററി നെർവ് ആയിട്ട് കണക്ട് ചെയ്ത് നേരെ സെറിബ്രത്തിൽ കൊണ്ടുപോകും. അങ്ങനെ ബ്രെയിനിൽ നിങ്ങൾക്ക് ഒരു ഇമ്പൾസ് ഉണ്ടാവും. ബട്ട്
ബട്ട് ഇൻ കേസ് ഓഫ് നിങ്ങൾക്ക് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈബ്രേഷൻസ് എൻഡോ ലിംഫിലും കൂടെ വരും. അങ്ങനെ എൻഡോ ലിംഫിൽ നിങ്ങളിപ്പോൾ ഒരു തലകുത്തി മറയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ബാലൻസ് കിട്ടണം. ആ ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെമി സർക്കുലർ കനാലിലുള്ള എൻഡോ ലിംഫ് വൈബ്രേറ്റഡ് ആവും. അങ്ങനെ വൈബ്രേറ്റ് ആവുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ആരുണ്ട് കണ്ടോ, വെസ്റ്റിബുലാർ നെർവ്സ് കാണാൻ പറ്റും. ഇങ്ങനെ വെസ്റ്റിബുലാർ നെർവ്സ് ഉണ്ടാവും. സോ ഇത് വെസ്റ്റിബുലാർ നെർവ്സ് വഴിയായിട്ട് സെറിബെല്ലത്തിലേക്കാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ സെറിബെല്ലത്തിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ആ സെറിബെല്ലത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് സെറിബെല്ലം ആ ഒരു ഇമ്പൾസിനെ ഇൻറ്ററപ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ബാലൻസ് കിട്ടും. നിങ്ങളിപ്പോൾ തലകുത്തി നിൽക്കുകയാണെങ്കിൽ അതിനൊരു ബാലൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? സോ സെമി സർക്കുലർ കനാൽസ് എന്ത് ചെയ്യും, ബാലൻസിങ് ആണെന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കണം. ദിസ് ഈസ് ഫോർ ബാലൻസിങ് ഓഫ് ദ ബോഡിയാണ്. കോക്ലിയ എന്ത് ചെയ്യും, ഫോർ ഹിയറിംഗ്. ഇത് രണ്ടും നിങ്ങൾ ആലോചിച്ച് വെക്കണം. കോക്ലിയ ഹിയറിംഗ് ആണ്. ദെൻ അതേപോലെ സെമി സർക്കുലർ കനാൽ എന്തിനാണ്, നിങ്ങൾക്ക് ബാലൻസിങ്ങും ചെയ്യുന്നതാണ്. സോ ഈ രണ്ട് ഫംഗ്ഷൻസും നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് എങ്ങനെയാണ് സൗണ്ട് വേവ്സ് പാസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഈ ഒരു മിസ് ഒരു റഫായിട്ടൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾ നെയിം ചെയ്യണം. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു ലേബൽ ഡയഗ്രാം റീഡ്രോ ചെയ്യുക, ദെൻ ഓൾസോ ലേബിൾ ദാറ്റ് പാർട്സ് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതണ്ടേ. സോ ഫസ്റ്റ് വൺ നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. ഇതാണ് നിങ്ങളുടെ പിന്ന. ഓക്കെ, സോ പിന്നയിൽ കൂടെ എന്ത് വരും, സൗണ്ട് വേവ്സ് വരും. സൗണ്ട് വേവ്സ് വന്നാൽ എങ്ങോട്ട് കയറും, നിങ്ങളുടെ ഇയർ കനാലിലേക്ക് കയറും. ഇതാണ് നിങ്ങളുടെ ഇയർ കനാൽ. ഓക്കെ, ഇയർ കനാലിൽ കയറിയാൽ ഇത് എങ്ങോട്ട് പോകും, നിങ്ങളുടെ സൗണ്ട് വേവ്സ് ഇവിടെ പോയിട്ട് നമ്മുടെ ഇയർ ഡ്രമ്മിൽ പോയി വൈബ്രേറ്റ് ചെയ്യും. സോ ദിസ് വൺ ഇസ് ഇയർ ഡ്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ ടിംപാനം എന്നും കൂടി എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് ഇയർ ഡ്രം. ഓക്കെ, ഇയർ ഡ്രമ്മിലെത്തി. ഇനി ഈ സൗണ്ട് വേവ്സ് എങ്ങോട്ട് പോകും, സൗണ്ട് വേവ്സ് ഇതാ നേരെ നമ്മുടെ മാലസിലേക്ക് കയറും. സോ ദിസ് വൺ ഇസ് ദ മാലസ് കയറും. സെക്കൻഡ് വൺ ഇതെന്താണ്, ഇൻകസ് കയറും. വൈബ്രേഷൻസ് ഇൻകസിലും കൂടെ കയറും. ഇൻകസിൽ നിന്ന് എങ്ങോട്ട് പോകും, നമ്മുടെ ദാ ഇവിടെ ഇരിക്കുന്ന സ്റ്റേപ്സിലേക്ക് പോകും. ഓക്കെ, സ്റ്റേപ്സിലെത്തും. വൈബ്രേഷൻ സ്റ്റേപ്സിലെത്തി. ഇനി സ്റ്റേപ്സിലെത്തിയാൽ എവിടെ പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓവൽ വിൻഡോ ഉണ്ട്. ഈ ഓവൽ വിൻഡോയിലേക്കാണ് നമ്മുടെ വൈബ്രേഷൻസ് പോവുക. ഓവൽ വിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. ഈ ഓവൽ വിൻഡോയിലേക്ക് വൈബ്രേഷൻ കയറും. ആ വൈബ്രേഷൻസ് ഇൻ ടേൺ ഇവിടെയുള്ള ഫ്ലൂയിഡ് ഇല്ലേ, മിസ് നേരത്തെ പറഞ്ഞു എൻഡോ ലിംഫും പെരി ലിംഫും ഈ കൊക്ലിയൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. സോ അതിലുള്ള ഫ്ലൂയിഡ്സ് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ട്, ഓർഗൻ ഓഫ് കോട്ടായി എന്ന് പറയുന്ന റീജിയൻ. ആ ഓർഗൻ ഓഫ് കോട്ടായിലും വൈബ്രേഷൻസ് എത്തും. അവിടെ സെൻസറി ഹെയർ സെൽസിൻ്റെ വൈബ്രേഷൻസ് കൊണ്ട് നിങ്ങളുടെ ഓഡിറ്ററി നെർവ് ആ ഇമ്പൾസിനെ ക്യാരി ചെയ്യും. അങ്ങനെ അത് എങ്ങോട്ടേക്ക് പോകും, ഓഡിറ്ററി നെർവ് ആ ഇമ്പൾസസിന് ഓഡിറ്ററി നെർവ്സ് ആ ഇമ്പൾസസിനെ എടുത്തിട്ട് നേരെ ഇത് സെറിബ്രത്തിലേക്ക് അതിനെ കണക്ട് ചെയ്യും. സെറിബ്രം എന്ന സ്ഥലത്തേക്ക് അതിനെ കണക്ട് ചെയ്യും. അങ്ങനെ സെറിബ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് സെൻസേഷൻ വന്ന് നിങ്ങൾ ഹിയർ ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാലൻസിങ് ആണെങ്കിലോ, നിങ്ങൾ തലകുത്തി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഈ സെമി സർക്കുലർ കനാൽസിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സെമി സർക്കുലർ കനാൽസിൽ ആരുണ്ട്, നിങ്ങൾക്ക് എൻഡോലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഉണ്ട്. സോ ഈ സെമി സർക്കുലർ കനാൽസിൻ്റെ ഉള്ളിൽ എൻഡോലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡിന് എന്ത് ചെയ്യും, വൈബ്രേഷൻസ് വരും. അപ്പോൾ അവിടെയും ഇതേപോലെ സെൻസറി ഹെയർ സെൽസ് ഉണ്ടാവും. ഈ ഒരു ഭാഗത്തായിട്ട് സെൻസറി ഹെയർ സെൽസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സെൻസറി ഹെയർ സെൽസ് എന്ത് ചെയ്യും, അവരുടെ വൈബ്രേഷൻസ് കൊണ്ട് വെസ്റ്റിബുലാർ നെർവുമായിട്ട് കണക്ട് ചെയ്യും. കണ്ടോ, ഇങ്ങനെ വെസ്റ്റിബുലാർ നെർവ്സ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വെസ്റ്റിബുലാർ നെർവ്സിൽ ആ ഇമ്പൾസസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ എടുത്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും, സെറിബെല്ലം എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ബ്രെയിനിൻ്റെ സെറിബെല്ലം എന്നൊരു ഏരിയയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് സെറിബെല്ലം അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ബോഡിയിലെ ബാലൻസ് കണ്ടുപിടിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്, നിങ്ങളുടെ ഹിയറിംഗ് എത്ര എളുപ്പമാണ്. സൗണ്ട് വേവ്സ് എങ്ങനെ ട്രാവൽ ചെയ്തു നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ളൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇൻഫോർമേറ്റീവ് ആയി തോന്നി, ക്ലാസ്സിലെ ആ ഇയറിൻ്റെ സ്ട്രക്ചർ ഭയങ്കര എളുപ്പമായി തോന്നി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു 1 2 3 4 മിസ് ഇവിടെ ലേബൽ ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ലേബൽ ചെയ്യണം. ലേബൽ ചെയ്യില്ലേ, നിങ്ങൾക്ക് അറിയാം ഇതിൽ ആരാ 1 ആരാ 2 ആരാ 3 ആരാ 4 ആരാന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. അപ്പോൾ മിസ്സിനും സന്തോഷവും നിങ്ങൾക്കും സന്തോഷവും. എൻ്റെ കാര്യം നിങ്ങൾക്കും മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സോ ഈ ഷോർട്ട് വീഡിയോ സെറ്റായെന്ന് മിസ് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.